അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് എന്ത് പരിഭവം നീ. ഇങ്ങനൊരു പാട്ടുണ്ട് മലയാള സിനിമയിൽ. പിന്നെ അമ്പലപ്പുഴയിലെ പാൽപ്പായസം. പിന്നെ ഈ പണ്ട് എനിക്ക് അമ്പലപ്പുഴ പറയുമ്പോൾ എപ്പോഴും കുഞ്ചൻ നമ്പ്യാരെയാണ്. അതെ, കുഞ്ചൻ നമ്പ്യാരെ അവിടെ ഇപ്പോഴും അമ്പലത്തിനകത്തുണ്ട്. അദ്ദേഹത്തിന്റെ മിഴാവും ഉണ്ട് ആ കുളത്തിന്റെ കരയില്. രാജാവിന് ദേവനാരായണ രാജാക്കന്മാരുടെ കാലത്ത് പതനം പാർത്ത് അവിടെ വന്നിട്ട് അദ്ദേഹം ഈ തുള്ളൽ ഒക്കെ എഴുതിയിട്ടുള്ള ഒരു ആളുമാണ്. അഭേദ്യമായ ബന്ധമാണ്. കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരെങ്കിലും അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ എന്നിങ്ങനെയാണ്. അമ്പലപ്പുഴയിലെ ഈ പിന്നെ അന്നത്തെ അവിടെ നിന്നാണല്ലോ തുള്ളലിന്റെ ഉത്ഭവം. അതെ അതെ. കുഞ്ചൻ നമ്പ്യാര് പിന്നെ മറ്റുള്ളവരൊക്കെ രാജാക്കന്മാരെ വണങ്ങിയും സ്തുതിച്ചു നിന്നപ്പോൾ തൻ്റെതായ രീതിയിൽ നിന്ന ആളാണ് നമ്പ്യാര്. പാൽപ്പായസത്തിന്റെ കയ്പ് എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്ന ഹാസ സാഹിത്യത്തിന്റെ എന്ന് പറഞ്ഞതുപോലെ അമ്പലപ്പുഴയിൽ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ കയ്പ് ആർക്ക് രുചിക്കും എന്നുള്ളതാണ്. അതായത് കാര്യം വ്യക്തമായി അമ്പലപ്പുഴ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരാളെ കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാം. അത് ജി സുധാകരനാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോ കലക്കത്ത് നിന്ന് കുഞ്ചൻ നമ്പ്യാർ ഇപ്പൊ ജീവിച്ചിരുന്നെങ്കിൽ അവിടെ അമ്പലപ്പുഴയിൽ വന്ന് കുറച്ച് തുള്ളൽ കഥകൾ എഴുതി നമ്മൾ കേട്ട് ചിരിച്ച് പോകുമായിരുന്നു. അവിടെ ഇപ്പോൾ അമ്പലപ്പുഴ മണ്ഡലത്തിനെ ആസ്പദമാക്കി തന്നെ എഴുതാം. അമ്പലപ്പുഴയിൽ നിന്ന് പായസവും പായസത്തിന്റെ വില ഇപ്പൊ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. വില കൂടി അവിടുത്തെ പേര് കേട്ടപ്പോൾ പായസം. ആ അമ്പലപ്പുഴ പായസത്തിന് കയ്പായിരിക്കുമോ മധുരമായിരിക്കുമോ എന്നും മെയ് 4 അറിയാം. ആർക്കാണ് കഴിക്കുക ആർക്കാണ് മധുരിക്കുക എന്നും മെയ് 4 അറിയാം. അമ്പലപ്പുഴ എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ തൊട്ടടുത്താണെങ്കിലും പണ്ട് തൊട്ടേ CPM-ൻ്റെ ഒരു കോട്ടയാണ്. 1965 ഈ മണ്ഡലം നിലവിൽ വരുന്നത്. ആലപ്പുഴയ്ക്കടുത്ത് കുട്ടനാടിനടുത്ത് തകഴിയുടെ വീട് നമ്മൾ പോയിട്ടുണ്ടല്ലോ ഇവിടെ. ആ തകഴിയുടെ വീടിനോട് വളരെ അടുത്താണ്. പക്ഷേ കഴിഞ്ഞ ഡീലിമിറ്റേഷൻ വന്നപ്പോൾ തകഴിയെ എടുത്ത് പുറത്താക്കി. തകഴിയെ കുട്ടനാടിൻ്റെ മണ്ഡലത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. കുഴപ്പമില്ല, കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നാണല്ലോ അദ്ദേഹം അറിയപ്പെടുന്നത്. കുഴപ്പമില്ല. അമ്പലപ്പുഴയിൽ നിന്ന് അദ്ദേഹത്തിന് സ്ഥാനചലനമുണ്ട്. ഡീലിമിറ്റേഷൻ അത് തീർച്ചയായിട്ടും CPM-ൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടി ചെയ്തതാണ്. ഈ പുതിയ മണ്ഡലത്തിൽ CPM-ന് പഴയ കോട്ടയായിട്ട് നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അട്ടിമറി ചോദ്യം. അവിടെ ഒരു അട്ടിമറി ഉണ്ടാകുമോ എന്നുള്ളതാണ്. അവിടെ ജി സുധാകരൻ എന്ന് പറയുന്ന ആളിൻ്റെ അവിടുത്തെ പോപ്പുലാരിറ്റി നമുക്ക് നോക്കി കേരളത്തിൽ എങ്ങുമുള്ള പോപ്പുലാരിറ്റി പോലെ തന്നെ പോപ്പുലാരിറ്റിയും റേറ്റിങ്ങും ഉള്ള ആളാണ്. അതുപോലെ തന്നെ റേറ്റിങ്ങും ഉള്ള ആളാണ് അദ്ദേഹത്തിന് നമ്മളൊന്ന് നോക്കി 1965 ഈ മണ്ഡലം വരുന്നത്. അതുപോലെ തന്നെ 1967 1970 VS അച്യുതാനന്ദനെ വിജയിപ്പിച്ച വിപ്ലവ വീര്യമുള്ള മണ്ണാൻ. പുന്നപ്ര വയലാറിൽ നിന്ന് അധിക ദൂരമൊന്നുമല്ല, പുന്നപ്രയിൽ നിന്ന് അധിക ദൂരമല്ല. ഇവിടെ ആദ്യം സുധാകരൻ ജയിക്കുന്നത് 2006 പിന്നെ 2011 ജയിച്ചു, പിന്നെ 2016 ജയിച്ചു. അതെ, 2016 വന്നിട്ട് അദ്ദേഹം മന്ത്രിയായി. നോക്കണം, അതിനിടയ്ക്ക് അദ്ദേഹം ആദ്യം ജയിച്ച ഭൂരിപക്ഷത്തിനേക്കാൾ വളരെയധികം കൂട്ടി തൻ്റെ വളരെയധികം ഭൂരിപക്ഷം കൂട്ടി. അപ്പോൾ ഇവിടെ ഇപ്പോൾ സുധാകരനോടുള്ള അപ്രീതിക്ക് പ്രധാന കാരണമായിട്ടുള്ളത് സുധാകരൻ ആദ്യത്തെ തവണ മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ടിനേക്കാളും കൂടി അദ്ദേഹം വോട്ട് കണ്ട് ഇരട്ടിയോളമാക്കി സുധാകരൻ. പക്ഷേ സുധാകരന് ശേഷം ഒരു സ്ഥാനാർത്ഥിയെ CPM അവിടെ നിർത്തി സുധാകരനെ മാറ്റി നിർത്തി നടത്തിയപ്പോൾ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ആദ്യം കിട്ടിയ ഭൂരിപക്ഷം, അന്നേരം ഈ വോട്ടർമാർ കുറവാണല്ലോ, ആ ഭൂരിപക്ഷത്തിനേക്കാളും താഴോട്ട് പോയി. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. വിജയനാഥെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന അതിൻ്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ ഭൂരിപക്ഷത്തിന് പ്രസക്തിയില്ല. ഒരു വോട്ടിന് ജയിച്ചാലും അത് ജയം എന്നുള്ളതാണ്. ഇത് പണ്ട് ഞാൻ കോളേജ് യൂണിയനിൽ മത്സരിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വികൻ എന്നോട് പറഞ്ഞാണ് ഭൂരിപക്ഷം കുറവായിരുന്നത്. അത് ഭൂരിപക്ഷം നമ്മുടെ പാർട്ടിക്കും പ്രശ്നമല്ല, ജയിക്കുക എന്നുള്ളതാണ് പ്രശ്നം. കാരണം ജനാധിപത്യത്തിലും ഭരണഘടനയിലും വിശ്വാസമില്ലല്ലോ. ഇത് ഞാൻ പറയുന്നതല്ലല്ലോ, സജി ചെറിയാൻ തന്നെ പറയുന്നതല്ലേ. അപ്പം അങ്ങനെ ഭൂരിപക്ഷം കുറഞ്ഞതിൻ്റെ പേരിൽ ജി സുധാകരൻ അവിടെ ഇതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ അത് ജയിച്ചില്ലേ, തോറ്റു കഴിഞ്ഞെങ്കിൽ അത് പ്രസക്തമാണ്. പണ്ടൊരിക്കൽ VS അച്യുതാനന്ദൻ തോറ്റു, അതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് VS തന്നെ പറഞ്ഞു. തോറ്റു കഴിഞ്ഞപ്പോഴാണ് അല്ല, ഭൂരിപക്ഷം കുറഞ്ഞിട്ടില്ലേ. അത് ഉപരിപ്ലവമായിട്ടുള്ള കാര്യം. ഭൂരിപക്ഷം അദ്ദേഹം കുറഞ്ഞ അങ്ങേരുടെ സ്വഭാവം കൊണ്ടായിരിക്കാം, അങ്ങേരുടെ ഈ റാഡിക്കൽ ബന്ധങ്ങൾ കൊണ്ടായിക്കൂടെ.
അതിൻ്റെ പഴി എന്തിനാണ് ജി സുധാകരൻ്റെ മേൽ കെട്ടിവെക്കുന്നത്? മാനപൂർവ്വം കെട്ടിവെച്ചത്, ഒഴിവാക്കിയതാണ്. ഇപ്പോൾ പേരാവൂരിൽ തുറന്നു പറയാം, ശൈലജ ടീച്ചറെ ഒഴിവാക്കാൻ വേണ്ടി പേരാവൂരിലിട്ട് മത്സരിപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് എവിടെ ഇപ്പം VS അച്യുതാനന്ദൻ്റെ മകനെ കായംകുളത്ത് മത്സരിപ്പിക്കുമെന്നാണല്ലോ പറഞ്ഞത്. എവിടെ യു പ്രതിഭയെ അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു കഴിഞ്ഞില്ലേ? മലമ്പുഴയിലാണല്ലോ പറയുന്നത് അല്ലേ ഇടയ്ക്ക്. മലമ്പുഴ ഇനി പാലക്കാടാണോ എന്ന് എനിക്കറിയില്ല. പാലക്കാട് ഒഴിച്ചിട്ടിരിക്കുക ചില മണ്ഡലങ്ങൾ, അവിടെ വരുമോ എന്നറിയത്തില്ല. പക്ഷേ VS-നോടുള്ള ഭാഗ പിണറായി വിജയൻ ഇതുവരെ ഇപ്പോഴും ആ VS-നെ എതിർക്കാൻ വേണ്ടി പിണറായിയുടെ ഒപ്പം ചേർന്ന് പയറ്റിയ ആളാണ് ഈ ജി സുധാകരൻ. വൻ പോരാളിയായിരുന്നു. കാരണം സത്യസന്ധനായ മന്ത്രിയാണ്. ബാക്കിയെല്ലാം കള്ളന്മാരാണ് കൂടുതൽ. കൊല്ലത്ത് ഗുരുദാസനെ ഗുരുദാസനെ VS പക്ഷക്കാരനല്ല. അതെ, ഗുരുദാസനെ മാറ്റിയിട്ടല്ലേ മുകേഷിന് കൊടുത്തത്. അതെ, ഗുരുദാസൻ ഈ പാർട്ടിയിൽ നിന്ന് ഫണ്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഗുരുദാസൻ എക്സൈസ് മന്ത്രിയായിരുന്നു. ഇവരെ പോലുള്ളവരായിരുന്നെങ്കിൽ എന്തുമാത്രം ഉണ്ടാക്കിയനെ. അത് പാവം കഷ്ടം. ഗുരുദാസന് പിന്നെ പാർട്ടി വീട് വെച്ച് കൊടുക്കുകയാണ്. പാർട്ടി കിളിമാനൂരിലാണ് വീട് കൊണ്ടുവച്ചത്. അവിടെ സ്ഥലം പോലും ഇല്ല. അങ്ങനെ പാർട്ടി ഒരു ചെറിയ രാജു എബ്രഹാം റാന്നിയിൽ 5 തവണ MLA ആയിരുന്നു. 2016 മന്ത്രിസ്ഥാനം കൊടുക്കുമെന്ന് വിചാരിച്ച VS പക്ഷക്കാരനായിരുന്നു. VS പക്ഷക്കാരെ എല്ലാം ഒതുക്കി എന്നോടൊപ്പം ചേർന്ന് വന്നവരെ സംരക്ഷിക്കുകയും ചെയ്തു. അതാണ് ഇവിടെ നോക്കൂ. ഈ പിന്നെ ഗുരുദാസന്റെ വീട്ടിൽ കേരള യാത്ര നടത്തി വരുന്ന പിണറായി വിജയൻ ഒരിക്കൽ ഉച്ചയൂണ് അവിടെ വെച്ചായിരുന്നു. അവിടെ വെച്ച് ഉച്ചയൂണ് കഴിച്ചപ്പോൾ ഇദ്ദേഹത്തിന് കറി വിളമ്പി. ഗുരുദാസൻ പണമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നേ, വെറും പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം. സാധാരണ പോലെ ചൂര മീൻ കറി, കേരളത്തിൽ ആരാ ചൂര കഴിക്കാത്ത ബ്രാഹ്മണന്മാരാരാ എനിക്കറിയാം. ചൂരക്കറിയായിരുന്നു. ചൂരക്കറി മുമ്പിൽ കൊണ്ട് വിളമ്പിയപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഇദ്ദേഹം ഈ മീനിലൊന്നും തട്ടിട്ട്, ഇതെന്ത് മീനാ? ചൂര. അപ്പോഴേ അവിടെ നിന്ന് ഇറങ്ങിയൊരൊറ്റ പോക്കാണ് VK ഗുരുദാസൻ്റെ മുഖത്തൊരടിയടിച്ചതുപോലെ. പിറ്റേ ദിവസമാണ് അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന അവിടെയായിരുന്നു ജില്ലാ സെക്രട്ടറി ആയിരുന്ന സത്യനേശൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഊണ്. ഇതും കണ്ടുകൊണ്ട് സത്യനേശൻ നേരെ പാളയം മാർക്കറ്റിൽ പോയിട്ട് നെയ്മീൻ കിട്ടാൻ, വലിയ വിലയുള്ള മീനാണ് നെയ്മീൻ അന്നും ഇന്നും. ആ നെയ്മീൻ വാങ്ങിച്ച് കറി ഉണ്ടാക്കി കൊടുത്ത് തൃപ്തിപ്പെടുത്തി കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത്. ഇതെന്ത് തരം കമ്മ്യൂണിസമാണിത്? എന്ത് തരം കമ്മ്യൂണിസം? പാവപ്പെട്ടവൻ്റെ കുടിൽ ആഹാരമില്ലാതെ ആഞ്ഞലിക്കുരു വറുത്ത് കഴിച്ചതിൻ്റെ കഥകൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായ തോപ്പിൽ ഭാസിയുടെ ഒളിവില്ലേ ഈ പന്തളം കൊട്ടാരത്തിലൊക്കെ ഒരുപാട് പേര് എണ്ണക്കാട് കൊട്ടാരം. അതെ, എത്രമാത്രം കഷ്ടപ്പെട്ട് പാവങ്ങളുടെ വീടിന്റെ തട്ടും പുറത്തും ഒക്കെ കഴിഞ്ഞ M.M. ഗോവിന്ദൻ നായർ. അതല്ലേ കമ്മ്യൂണിസം? യഥാർത്ഥ കൃഷ്ണപിള്ള മോശമാണോ? അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ടും കേട്ടും വളർന്നിട്ടുള്ള ഇടത്താണ് ഈ പിണറായി വിജയൻ്റെ ഈ ധാർഷ്ട്യങ്ങളും. ആ സ്പിരിറ്റോട് കൂടി തന്നെ അദ്ദേഹം ജി സുധാകരൻ പക്ഷക്കാരനല്ല, തൻ്റെ കൂടെ നിന്ന ആളിനെ ഒതുക്കി. അതാണ് ചെയ്തത്. വാസ്തവത്തിൽ ഈ പിണറായിക്കും ഇത് തന്നെ പറ്റിയിട്ടുണ്ട്. സുധാകരൻ പ്രധാനപ്പെട്ട വകുപ്പാണ് കൈകാര്യം ചെയ്തത്. അതെ, 2006 പൊതുമരാമത്ത് ദിവസം. അഴിമതി അല്പം പോലും പുരണ്ടിട്ടില്ല. അല്ല, അഴിമതി മാത്രമല്ല, ദേവസ്വത്തിനെ സത്യസന്ധമായിട്ട് ഭരിച്ചു. അതാണ് കടകംപള്ളി സുരേന്ദ്രനോ ഈ VN വാസവനോ അവകാശപ്പെടാൻ കഴിയാത്ത കമ്മ്യൂണിസം. അപ്പം നമ്മൾ ഒരിക്കൽ ചോദിച്ചിരിക്കുന്നു ഓർക്കുന്നില്ലേ? അദ്ദേഹത്തിനോട് ചോദിച്ചു. അദ്ദേഹം അമ്പലത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയോടുകൂടി എല്ലാ അമ്പലങ്ങളും സന്ദർശിക്കുകയും അവിടുത്തെ പാകപ്പിഴകൾ കണ്ടെത്തുകയും അവരെ പണിഷ് ചെയ്തുമൊക്കെ മുന്നേറുന്ന സമയത്ത് അമ്പലങ്ങളോട് ഇത്രയും ആത്മാർത്ഥത കാണിക്കുന്നതായിട്ട് നമ്മൾ ചോദിച്ചു അദ്ദേഹത്തോടെ. അങ്ങൊരു വിശ്വാസിയായി കഴിഞ്ഞു. കാരണം ഭക്തർക്ക് പോലുമില്ല. ഭക്തർ അവിടെ തിരിഞ്ഞു നോക്കത്തില്ല, അവിടെ എന്ത് കള്ളം നടക്കുന്നത് തിരിഞ്ഞു നോക്കത്തില്ല. അദ്ദേഹം അന്ന് പറഞ്ഞൊരു മറുപടിയുണ്ട്, ഞാൻ എൻ്റെ ഭരണഘടനാബദ്ധമായ ചുമതലകൾ നിറവേറ്റുന്നു എന്ന് ഒരു സലാം കൊടുക്കേണ്ട മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഭരണഘടനാ ദൗത്യം ഭരണഘടനയും കൊണ്ട് പുകഴ്ത്തി പറയുന്നു. ഭരണഘടന മോദി ലംഘിക്കുന്നു പറഞ്ഞ ആ മന്ത്രിമാരൊന്നും കാണിക്കാത്ത ഒന്നാണ്. ഇനി ഒരു കാര്യം കൂടി, ഭുവനേശ്വരൻ്റെ കാര്യം കൂടി പറയാതെ പൂർത്തിയാകുന്നില്ല. അമ്പലപ്പുഴയിലെ ജനങ്ങൾ അത് കണ്ടിരുന്നു. ഞാൻ കണ്ട ആളാണ്. ഭുവനേശ്വരനെ കൊല്ലുന്നത് ഞാൻ കണ്ട ദൃക്സാക്ഷിയാണ്. കോളേജിൽ ഡിഗ്രി പഠിക്കുന്നു, 1ാം വർഷം പഠിക്കുന്ന സമയം. ആ സമയത്താണ് ഈ കലഹങ്ങളെന്ന് പറഞ്ഞാൽ ചെറിയ തോതിലാണെങ്കിൽ ഒരു ത്രില്ലാണ്. യുദ്ധവും ഒരു ത്രില്ലാണ് ആളുകൾക്ക്. വാസ്തവത്തിൽ ഈ യുദ്ധത്തിന് ഒരുപാട് ത്രില്ലുണ്ടാക്കാൻ കഴിയും. ഞാൻ പറയുന്നതല്ല, ഇംഗ്ലീഷ് എഴുത്തുകാരൻ, ഒരു പ്രമുഖനായ എഴുത്തുകാരൻ പറഞ്ഞ കാര്യമാണ്. അതെന്തുമായിക്കോട്ടെ, ഹാസ്ലിറ്റാണ് അദ്ദേഹത്തിൻ്റെ പേര്. എന്തുമായിക്കോട്ടെ, ഇവിടെ കാണിച്ചതെന്ന് പറയാൻ KSUക്കാരാണ്, KSUവിൻ്റെ നേതാക്കളാണ്. KSUവിൻ്റെ നേതാക്കൾ കതർ ഷർട്ടുമൊക്കെ ഇട്ട് സുന്ദരന്മാർ ഇങ്ങോട്ട് വന്നിട്ട് കലാപം ഉണ്ടായി. രാവിലെ 3 KSUക്കാർക്ക് കുത്തേറ്റു. അവരുടെ ഈ കതർ ഷർട്ടുകളിൽ ഈ ചോരയൊക്കെ കാണാതെ. അതിനെ തുടർന്ന് എല്ലാ SFIക്കാരെയും കൊന്നിഴക്കട എന്ന് അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി പറഞ്ഞു. KSU ആണ് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
അതിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു പ്രകോപനത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഈ പയ്യനാണെങ്കിൽ ഭുവനേശ്വരനാണെങ്കിൽ യാതൊരു അക്രമത്തിനും പോകാത്ത പാവം അവൻ്റെ കൂടെ പഠിച്ചവരെന്നോട് പറഞ്ഞു, എൻ്റെ ക്ലാസ്സിലല്ല പഠിച്ചത്, അവൻ ഒരു തെറ്റും ചെയ്യാത്ത ഒരുത്തനാണ്. അവനെ പീഡിച്ച് വളഞ്ഞിട്ട് പാവം അവന് ഓടാൻ പറ്റിയില്ല, മറ്റുള്ളവരൊക്കെ ഓടിപ്പോയി. അടിച്ചു, പ്രിൻസിപ്പലിൻ്റെ മുറിയിലിട്ട് അടിച്ചടിച്ചാണ് കൊല്ലുന്നത്. ആർക്കും ഒന്നും ചെയ്യാൻ വയ്യ, അത്ര പല ഭീകര രൂപികളായിട്ടിരിക്കുക. എന്നിട്ട് അദ്ദേഹം നിശ്ചേഷ്ടനായിട്ട് കോളേജിൻ്റെ ആ നടുക്കുള്ള ഗ്രൗണ്ടിൽ കൊണ്ടുവന്നത് കിടത്തി കഴിഞ്ഞപ്പോൾ ഒരു KSUക്കാരൻ തന്നെയാണ് പറഞ്ഞത്, നമുക്ക് എത്രയും വേഗം ഇവനെ ആശുപത്രിയിൽ കൊണ്ടുപോകും. SFIക്കാരെല്ലാം പോയി കഴിഞ്ഞു. പിന്നെ അധ്യാപകരും എല്ലാം കൂടെ ചേർന്നാണ്, ഞങ്ങൾ കണ്ടു നിൽക്കുകയാണ്, കൊണ്ടുപോയത്. അന്ന് വൈകുന്നേരമാണ് ശവഘോഷയാത്ര. അന്ന് പ്രസംഗിച്ചത് പാർലമെൻറ്റ് അംഗവും തൊഴിലാളി നേതാവുമായിരുന്ന PK കുഞ്ഞച്ചൻ എന്ന് പറയുന്ന അന്ന് അറിയപ്പെടുന്ന ഒരാളാണ്. ആ PK കുഞ്ഞച്ചൻ പ്രസംഗിച്ചതിൻ്റെ ഒരു വാക്യം കൂടെ പറയാം. അതായത് അദ്ദേഹം സഖാവേ, നമ്മുടെ പാർട്ടിക്ക് വേണ്ടി എത്രയോ പേർ പോയിരിക്കുന്ന വഴിയിലൂടെയാണ് അങ്ങും പോയിരിക്കുന്നത് എന്ന് പറഞ്ഞാണ് യാത്ര പോകുന്നത്. സുധാകരൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. കരിമുളക്കലെ കല്ലറയിൽ ഇന്നുമുണ്ട് ശവകുടീരം ഉണ്ട്. അതിൻ്റെ മുമ്പിലാണ് CPMകാർ പോയി ഗലാട്ട കാണിച്ചത്. അവിടെ നിൽക്കട്ടെ. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇതിനെ തുടർന്നുള്ള കേസിൽ എന്താ അന്നത്തെ സംസ്ഥാന ഗവൺമെൻറ് കാണിച്ചതെന്നറിയാമോ? G. അജയൻ, SFI വന്ന് AISF എല്ലാം ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. G. അജയൻ എന്ന് പറയുന്ന ഇറവങ്കര ഗോപാലക്കുറുപ്പിൻ്റെ മകനായ 1-ാം പ്രതിയാക്കിക്കൊണ്ടാണ് കേസ് ചമച്ചത്. അതുകൊണ്ടാണ് അത് തള്ളിപ്പോയത്. അതുകൊണ്ടാണ് അന്ന് പറഞ്ഞാൽ യഥാർത്ഥ KSUക്കാരെല്ലാം ഒളിവിലായിരുന്നു, അവരുടെ ആരുടെയും പേര് വെച്ചിട്ടില്ല. അങ്ങനെയാണ് തള്ളിപ്പോയ കേസ്. തള്ളിപ്പോയ അതിന് ലോക്കൽ സ്റ്റാൻഡ് ഇല്ലാതെ പോയത്. കോടതി അതുകൊണ്ടാണ് അവരെല്ലാം വെറുതെ വിട്ടത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അപ്പീൽ കേസ് നടത്തിയത് എങ്ങനെയാണെന്നറിയാം? സുധാകരൻ ഒറ്റയ്ക്ക് ബക്കറ്റ് പിരിവ് നടത്തിയല്ല, പാർട്ടി 5 പൈസ കൊടുത്തില്ല, വീട്ടിലുണ്ടായിരുന്ന ആഞ്ഞലി മരം മുറിച്ചു വിറ്റിട്ടാണ് അത് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് അപ്പീലിന് പോകാൻ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് പോവാതിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. കമ്മ്യൂണിസം നിങ്ങളിൽ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ G. സുധാകരനെ ജയിപ്പിക്കണം. കോൺഗ്രസ് പിന്തുണയ്ക്കുകയോ BJP പിന്തുണയ്ക്കുകയോ. അതാണ് G. സുധാകരൻ എന്ന് പറയുന്ന മഹാവൃക്ഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.